ഒരു ഓടുകളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് ഇതുപോലെ പറിച്ച് നടിപ്പെട്ടിട്ടുള്ള ഒരു ചെടി വേറെ ഇല്ല. ചെടികൾ ഉണ്ടായി നിൽക്കുന്നത് സുന്ദരം, പൂവുണ്ടായി നിൽക്കുന്നത് അതിസുന്ദരം എന്ന് പറയും. ഇവര് സയാമീസ് ഇരട്ടകളല്ല, സയാമീസ് ഫൈറ്റകളാണ്. അപ്പൊ ചക്കട ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ അടയിൽ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഇതിൽ കാണും. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയൊക്കെ മറ്റുള്ളവർക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇഷ്ടം പോലെ ഉണ്ട്. കഴിച്ചോളൂ. ഇഷ്ടമില്ലാത്ത ആളിന് ഒരു ക്യാമറ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് കാലത്തെ അതിഗംഭീരമായൊരു മഴയായിരുന്നു. കാലത്തൊരു 6 മണിക്ക് മഴ തുടങ്ങി. ആ മഴ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ പറമ്പിലേക്ക് പ്രതീക്ഷിച്ചു ഈ മഴ ഇങ്ങനെ പോവാണെങ്കിൽ ഇന്ന് മുടക്കാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അരമണിക്കൂർ കൊണ്ട് മഴ മാറി. അപ്പോൾ കാലത്ത് വന്നിട്ട് ചെയ്ത ചില പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ 3 ചാക്കുകൾ ആട്ടുംകാട്ടം കാലങ്ങളായിട്ട് ഇവിടെ ഇരിക്കും. അതായത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇതിങ്ങനെ ഒരു ഇതായിട്ട് എടുക്കും. അതിന് ഞാനത് മാറ്റി. ആട്ടുംകാട്ടം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്നതല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഓടുകളൊക്കെ വെച്ചിട്ടേ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ഓടുകളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് അല്ല വട്ടത്തിലല്ല ചതുരത്തിൽ വെച്ചിട്ട് അതിൽ ആട്ടുംകാട്ടം ഇട്ടു. ഇനി കൈക്കോട്ടുകൊണ്ട് കളച്ച് ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടോ. പിന്നെ മഴ പെയ്യുമ്പോ അത് ഇതാവോ ഇല്ല അല്ലേ? അല്ല എന്തായാലും മഴ കൊണ്ടിട്ട് അവിടെയും കിടന്നു. മഴ പെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അതൊരു സ്ഥലത്തേക്ക് ഒഴിച്ചു പോയില്ല. അവിടുത്തെ ചാണം വരെ ഒരു സ്ഥലത്തേക്ക് പോയില്ലേ. ഇത്രയ്ക്ക് ഗംഭീരമായ സാധനമുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വന്ന ഈ പ്രദേശത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു വരുന്ന വഴി കണ്ടാ. അതിന് ഞാനെടുത്ത് ഇവിടെ വളം, ആട്ടുംകാട്ടം, ചാണം കൊല്ലം ഈ സമയത്ത് ഞാൻ തോന്നുന്നു അല്ലേ, ഈ അവിടെ നിന്ന് കുഴിച്ച് അവിടെ നിന്ന് പറിച്ച് ഇവിടെ നടൽ ഇവിടെ ആണോ? ഇത് പിന്നെ അവിടെ വീണ്ടും ബാധ കയറി ചേട്ടന്. ഇതാരാലും ശ്രദ്ധിക്കപ്പെടാണ്ട് കിടക്കുന്ന സാധനമാണ്. ഞാനൊരു പാഷൻ ഫ്രൂട്ടിന്റെ പന്തല് നമ്മള് അതല്ല ഞാൻ അത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോ ചേട്ടൻ ചെയ്യണ ഒരു കാര്യം വേണ്ട പിന്നെ പറയാം. ഇത് പറഞ്ഞു പിന്നെ ഇവിടെ ഇതിന് കാലുകൾ വേണല്ലോ. കാലുകള് 4 കുഴികൾ കുത്തി. ഇതൊക്കെ കുഴി താന്നിട്ട് മുഴുവനായിട്ടില്ലേട്ടാ. അവിടെ വെള്ളമായിരുന്നു. ഇതേ 4 കുഴികൾ കുത്തി. അവിടെ ഇവിടെ കുഴികൾ കുത്തി. അതായത് നമ്മുടെ ഈ കാലുകളില്ലേ, ഈ വാർപ്പ് കാലുകൾ നമ്മുടെ അവിടെ പന്തലുണ്ടായിരുന്നില്ലേ, നമുക്ക് ഓർമ്മയുണ്ടാവും. അവിടെ പച്ചക്കറിക്ക് ഒരു പന്തലുണ്ടായിരുന്ന കാലുകളാണ്. ആ കാലുകൾ കുഴിച്ചിടാനാണ്. ഒരു കാല് നമ്മളെ കൊണ്ട് പൊങ്ങില്ല. ആരെങ്കിലുമൊക്കെ 2-3 പേര് ഹെൽപ്പ് ചെയ്യണം. അത്രയ്ക്ക് കനുള്ള കാലുകളാണ്. അത് കുഴിച്ചിട്ട് പന്തൽ പണിയാനാണ് ഇവിടെ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു പന്തല് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ടാക്കാനാണ്. ഇനി എന്തൊരു നിനക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ? ചേട്ടന് പറയാനുള്ളത് കഴിഞ്ഞാ? എനിക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞുകൊണ്ടായിരിക്കും. നീ പറഞ്ഞു. ഞാൻ പറയാനുള്ളത് ബാക്കിലേക്ക് പോകും. വഴിക്ക് വീഴാണ്ട് ബാക്കിലേക്ക് നടക്കൂ. അവിടെ വരെ പോകും. അവിടേക്കാ? അവിടെ വഴിക്ക് വീഴാൻ സാധ്യതയുണ്ട് കേട്ടാ. വെള്ളമൊക്കെ പോയി തുടങ്ങി. വെള്ളം പോയി. പക്ഷെ ചില സ്ഥലത്ത് കെട്ടിരുന്നോടെ സ്ഥലത്തൊരു വഴുക്കല് പൂപ്പല് പോലെ ഉണ്ട്. അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട് നോക്കൂ? ഇങ്ങോട്ട് നോക്കൂ. ആ ഹായ്. താക്കോൽ അമ്മേരല്ലേ? വാ. ജഗു സ്കൂൾ വിട്ടു വന്നു. കടാ, ഇത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലാണോ കണ്ടിട്ടുള്ളത്? ഈ കറ്റാർവാഴ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ഇതുപോലെ പറിച്ച് നടിപ്പെട്ടിട്ടുള്ള ഒരു ചെടി വേറെ ഇല്ല ഇതിൻ്റെ ഉള്ളില്. സജീവന്റെ അവിടെ നിന്നോടുന്ന സാധനത്തിനെ നമ്മുടെ വീടിന്റെ ബാക്കില് അവിടെ തന്നെ കുറെ സ്ഥലത്ത് മാറ്റി പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടും പല സ്ഥലത്ത് മാറ്റി. ഇപ്പൊ അതെ ഇന്ന് രാവിലെ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞു ഇതിനെ പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ടീ, ഇത് എവിടെയെങ്കിലൊക്കെ നിന്നോളും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ കൊണ്ട് നട്ടേക്കണേ. അതെന്താന്നറിയോ, ഇവിടെ നമ്മള് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പറിച്ചു കുഴിച്ചിട്ടല്ലോ തുടങ്ങിയ ദൈവമേ വീണ്ടും. ഇവിടെ കൈതച്ചക്ക വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിന് കൂട്ടായിട്ട് അതേപോലത്തെ ഒരു ഗണത്തിലുള്ള സാധനം ആയിക്കോട്ടെ വെച്ചിട്ട് കണ്ടാ നോക്കിരി. ഇതിന്റെ ഒരേപോലത്തെ ഇല്ലേ, അവര് ഒരേ വർഗം ഇതാണല്ലോ. ഇത് ഇവിടെ നട്ടതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഇത് കാട് പോലെ പുല്ല് വരും ഈ കൈതച്ചക്കയുടെ ഇടയിൽ. അപ്പൊ ഞാൻ മുന്നേ ചേട്ടനോട് പറഞ്ഞത് കൈതച്ചക്ക ഇന്ന് നടുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇല്ലേ, അത് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് ഓരോ ഓട്ട കുത്തിയിട്ട് ഇത് നടാന്ന്. കാരണം ഇതിന്റെ ഇടയിലത്തെ പറഞ്ഞ കൈതച്ചക്കയാണ് അതിന്റെ മലയാളം വാക്ക്.
അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ മാത്രം പുല്ല് വലിക്കാൻ നമുക്ക് പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൈ കോറിയിട്ടേ പുല്ല് വലിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ മാത്രം വൃത്തികേടായിട്ട് കിടക്കും. നോക്കിയോളോട്ടാ, കുറച്ച് നാളെ ഞാൻ കാണാൻ പോണ കാര്യം. അത് വേണമെങ്കിൽ ഒരു വഴി ചെയ്യാം. വീണ്ടും അല്ല, അതിന്റെ ഇത് വാങ്ങിച്ചു വന്നിട്ട് അതിന് വട്ടത്തില് അത് ചെയ്യണം. അത് വേഗം തന്നെ ചെയ്യണം. ബാക്കി എവിടെയും ചെയ്തില്ലേലും അല്ല, ചേരേട്ടൻ ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ബഹുത്തായ മാറ്റം വരാൻ പോണത് എവിടെയെന്ന് അറിയോ? ബഹുത്തല്ല, വലിയ ഭയങ്കരമായ മാറ്റം ചെയ്യാം. അതെവിടെയാ? അത് അല്ല, അത് അവിടെ വാ. ഇനി കുറെ പണികൾ നമ്മളേ കൃഷിനെ സീരിയസ് ആയിട്ട് കണ്ടോടങ്ങിയ ചേട്ടാ. സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ. ഇവിടെയൊക്കെ ആകെ ചവറും ഇവിടെ പപ്പായും ഇതൊക്കെയല്ലേ. ഇവിടെ ഞാൻ ഇപ്പൊ നമ്മളിവിടെ പാചകം ചെയ്യാനായിട്ട് സരിത ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അല്ല, നമ്മളിവിടെയാണ് എപ്പോഴും പാചകം ചെയ്യാതിരിക്കുക. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോ. അപ്പൊ ചേട്ടൻ ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കാൻ, ചെണ്ടുമല്ലിയുടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. ചെണ്ടുമല്ലി നല്ല വളർച്ച മുറ്റിയ ചെണ്ടുമല്ലിയാണ് കൊണ്ടുവന്നത്. നല്ല ചാരമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആള് ചാരം ഇട്ട് കൊടുക്കില്ലേ, ചാണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് യാതൊരു ഉറപ്പില്ല. കാരണം ശരിക്കും മാവിന്റെ ചില്ലറ താഴെയാണ്, തണലാണ് ഇവിടെ. അപ്പൊ ഞാൻ ഇവിടെ കളിക്കാൻ പോവാണ് കേട്ടാ. ഇഞ്ചിയാ ചേനയാ അങ്ങനെ നട്ടുകൊടുത്തുണ്ടാവും. അല്ലാണ്ട് ഞാൻ ചെണ്ടുമല്ലി ഇവിടെ ചെണ്ടുമല്ലി ആടും. ഇവിടെ നിന്ന് ഇങ്ങനെ ചെണ്ടുമല്ലി ആടും. പൂ ഉണ്ടായാലും ഉണ്ടായില്ലേലും കുഴപ്പമില്ല. പൂ ഉണ്ടാവും. വെയിൽ വേണ്ടേ? വെയിൽ അത്യാവശ്യം കിട്ടും. പടിഞ്ഞാറൻ വെയിൽ കിട്ടും. ഇവിടേക്ക് നിന്റെ മോത്തി ഇപ്പൊ വെയിൽ വരുന്നില്ലേ? ആ വെയിൽ മതിയില്ലേ? ഇവിടെ അവിടെ നടണേ. ഇവിടെ വെയിൽ നോക്കിയാ, എന്റെ മുഖത്ത് വെയിൽ നോക്കിയാ നോക്ക്. അപ്പുറത്ത് നോക്ക്. അപ്പുറത്ത് നോക്ക്. മൂത്തിക്ക് വെയിൽ വന്നു മറ്റേതായാലും അവിടെ എല്ലാം നടാൻ പോണേ. അവിടെ വെയിൽ വേണ്ടേ? അങ്ങനെ അടിയിൽ തന്നെ വെയിൽ. പടിഞ്ഞാറൻ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്തമിക്കാറായ സമയത്ത് ഒരു ഇത്തിരി വെയിൽ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നല്ല വെയിൽ കിട്ടുന്നുണ്ട്. നീയേ ഒരു ഈ മഴ മാറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ച ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ അറിയാം വെയിലിന്റെ ചൂട്. അപ്പൊ അയ്യോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തോന്നുന്നു. ഉച്ച നേരത്തെ ഇവിടെ വെയിലുണ്ടാ? അപ്പൊ ഓക്കെ. കണ്ടാ, ഞാൻ പറയണത് വെറുതെ അല്ലേ. ഇതിന്റെ നേരെ മുടിക്ക് കാണിച്ചടാ. കണ്ടാ, മരത്തിന്റെ ചില്ലകൾ കണ്ട്. ഇതിന്റെ നേരെ താഴെയാണ് നടാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഇവിടെ ഉണ്ടാവും. ഉണ്ടാവണേ ഉണ്ടാവട്ടെ, ഉണ്ടായി വരും, കുഴപ്പമില്ല, സാരല്ല. പക്ഷെ അതിങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ നിക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. അതെ, ആണ്, ഭംഗിയാണ്. പൂവുണ്ടായി നിക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പൂവുണ്ടായി നിക്കണത്, അതായത് ചെടികൾ ഉണ്ടായി നിക്കണത് സുന്ദരം, പൂവുണ്ടായി നിക്കണത് അതിസുന്ദരം എന്നാ പറയാം. അപ്പൊ അതിസുന്ദരായില്ലെങ്കിലും സുന്ദരമാവില്ല. ആ സുന്ദരം നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ ആ സുന്ദരം ഞാൻ ചെയ്യട്ടെ. ഇതേ ഞാൻ വാങ്ങിച്ചു കൊടുന്ന ചെടിയാ. ഞാൻ നനയ്ക്കാൻ മറന്നു. 2 പേർക്ക് ഈ 4 പേർക്ക് വാട്ടുണ്ട്. മഴ പെയ്തു, പക്ഷെ മഴയത്തല്ല വെച്ചോടുന്നത്. ആരാ വിളിക്കുന്നത്? നല്ല എണ്ണ. ആരോട് വർത്താനം പറയുന്നത്? അപ്പൊ ഞാൻ നടട്ടെ. അതെ, ഞാൻ ജഗ്ഗുവിന് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് വരാട്ടാ. ഇവന് കാപ്പി ചായ വേണമെങ്കിൽ ഇവന് ഒരു കാപ്പി എനിക്ക് വേണ്ടട്ടാ. ഞാൻ ചോദിച്ചാലും ഇനി ഉണ്ടാക്കിയറില്ലേ? കുറെ നാളത്തേക്ക് ഉപേക്ഷിച്ചു. ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണതാ. അപ്പൊ ഞാൻ എൻ്റെ ജോലി തുടങ്ങട്ടെ സാർ. 2 കളറാണ് കേട്ടാ. ഇടകലത്തിട്ട് നടണേ? അല്ലല്ല, ഇത്ര അകലം വേണോ? നല്ല വലിപ്പം വരും തോന്നും. ആണോ? ഇതിന് മറ്റേ തട ഉണ്ടാക്കണില്ലേ? ഉയർത്തി നടണില്ലേ? കുഴി ഉണ്ടാക്കിയിട്ട് നടണേ. പിന്നെ മഴ പെയ്ത പൂല്ലേ? ഇനി മഴ അങ്ങനെ വരില്ല അല്ലേ? ഞാൻ എന്റെ പണി തുടങ്ങട്ടെ സാർ. മുഖം പഴുത്ത് ചീഞ്ഞിരിക്കാണ്, കണ്ടു കഴിഞ്ഞ് ഞെട്ടിപ്പോവും. ചോദിക്കണല്ലേ ഈശ്വര മറുപടി പറയണേ. പരസ്പര ബന്ധമില്ലാതെ എന്തോ പറയുന്നു. നമ്മൾ ഈ അടയുണ്ടാക്കണത് ഈ ഇലയിലാണ്. കണ്ടോ? ഇത് നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടി പുത്തൂരിൽ നിന്നും യാത്ര ചെയ്ത് ഇവിടം വരെ വന്നതാണ്. ഇത് എടണയുടെ ഇല എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എടണയുടെ ഇല അല്ല. ഇത് കറുവപ്പട്ടയുടെ മണമാണ് വരുന്നത്. അന്ന് ഉണ്ടാക്കിയപ്പോ അല്ലേ? അല്ലേ? അതൊന്നും അറിയില്ല എന്നാ പറയ്. ശരിക്കും സത്യം പറയ്. കണ്ട പറയണില്ലേ? ശരിക്കും എടണയുടെ ഇലയിലാണ് ഈ അട ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇത് എന്നാ ഇത് കറുവപ്പട്ടയുടെ ഇല എല്ലാനും. പക്ഷെ അതിൻ്റെയാണ് മണം. ഞാൻ ഉണ്ടാക്കി തുടങ്ങാൻ പോവാട്ടാ. അന്ന് ഇത് നമ്മുടെ നിതിൻ കൊണ്ടുവന്നതാണ് പുത്തൂരിൽ നിന്ന് ഇല. അപ്പം അന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് കവറിലാക്കി കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു ചെടി വലിച്ചപ്പോ നോക്കി സരിത. ഹായ്, കണ്ടാ നോക്കിയേ? ഒരു ചെടി വലിച്ചപ്പോ എന്റെ ഭംഗി നോക്കിയേ. അവരൊക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അത് വേരുകള് ഇവരെ പിരിക്കണ. ഇവര് സയാമീസ് ഇരട്ടകളല്ല, സയാമീസ്
ഫൈറ്റകളാണ്. അപ്പോൾ 5 പേരാണ്. അപ്പോൾ ഇവരെ ഞാൻ ഓപ്പറേഷൻ ചോദിക്കണേ, പിരിക്കാണ്ട് പറ്റില്ല. ഇവരെ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ മാറ്റാൻ പോവാണ്. കണ്ട, ഒരാൾ പഠിപ്പിച്ചു. പക്ഷെ വലിപ്പമുള്ള ഇലകൾ വേണ്ടായിരുന്നു, ഭയങ്കര കുഞ്ഞു കുഞ്ഞിലകളാട്ടാ. ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചക്കട ഉണ്ടാക്കാൻ പോവാണ്. ചക്ക മറ്റേ വരട്ടിയത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചക്കടയാണ് ഉണ്ടാക്കണേ കേട്ടാ. അപ്പോൾ അതിൻ്റെ മിക്സ് ഞാൻ അവിടെ നിന്ന് ആക്കി കൊണ്ടുപോകുന്നു. അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് കാണാം. ചക്ക വരട്ടിയത് ഇത്രയ്ക്കാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ ഫ്രിഡ്ജിൽ. ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. നമ്മുടെ ആവശ്യത്തിനുള്ള പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ചക്ക വരട്ടിയതിടുന്നു, നാളികേരം ചെരുകിയതിടുന്നു, ഒരു നുള്ളുപ്പ്, പിന്നെ ഏലക്കായപ്പൊടി. നമ്മളേ ചക്ക വരട്ടുമ്പോൾ ഏലക്കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഏലക്കായപ്പൊടിയും കൂടി ചേർത്തു. ഇനി വേണ്ടത് ശർക്കര നീരാണ് കേട്ടാ. ശർക്കര നീര് അല്ലെ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് കുഴയ്ക്കുക, എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് കുഴയ്ക്കേണ്ടി വരും. ചക്ക വരട്ടണയിലൊക്കെ ഇഷ്ടംപോലെ നെയ്യ് ചേർത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ വേറെ നെയ്യൊന്നും ഇതിൽ ചേർക്കണില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആ ചക്ക വരട്ടിയിലിട്ടതേ. അപ്പോൾ ദേ എല്ലാം കൂടി മിക്സാക്കി ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അത് ദേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട. ഇതുകൊണ്ട് നമ്മുടെ ഇല കണ്ട വലിപ്പം വളരെ കുറവാണ്. ഈശ്വര, ഈ ഇല മൊത്തം ഉണ്ടെങ്കിൽ ഇത് മതിയാവില്ലല്ലോ ചേട്ടാ. ഈ ഇല മൊത്തം ഉണ്ടെങ്കിൽ ഇത് മതിയാവില്ലാന്ന്. കനം കുറച്ചിട്ടാട്ടോ ഉണ്ടാക്കണേ. കനത്തിലാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ മടക്കും, ആദ്യം ഇങ്ങനെ മടക്കും, പിന്നെ ഇങ്ങനെ മടക്കും, എന്നിട്ട് ഇങ്ങനെയൊക്കെയിട്ട് ഈ സാധനത്തിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തിയേറ്റും. ഇത് കണ്ട ഇങ്ങനെ ഇങ്ങോട്ട് ആക്കി വയ്ക്കും. അയ്യോ കുട്ടിയടകളായിരിക്കും കേട്ടാ ചേട്ടാ. കടാ ഇങ്ങനെ ഉള്ളതുപോലെ മതി. ഇപ്പോൾ ചെറുതായാലും വലുതായാലും ആരെങ്കിലും ചീത്ത പറയൂ. പിന്നെ കിട്ടുന്ന ഇലക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റില്ല. അതെ, നിനക്ക് വലിയ ഇല നോക്കി പൊട്ടിക്കണ്ടാ. ഉണ്ടായിരുന്ന ഇലയൊക്കെ പൊട്ടിച്ചാ. എന്നിട്ട് ആ വീട്ടുകാരൊന്നും പറഞ്ഞില്ലേ? അല്ല ഉണ്ടായിരുന്ന ഇല മുഴുവൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ എന്തൊരു ചെറിയ അടകൾ ഉണ്ടാക്കണില്ല. അത് മതി, നല്ല ഭംഗി കാണാൻ. ഇത്രേശേ ഉള്ളൂ. ആനപ്പടക്കത്തിന്റെ വലിപ്പം കറക്റ്റ് അല്ലേ? പണ്ടത്തെ ഒരട ഉണ്ടാക്കാൻ എടുത്ത മാവ് കൊണ്ട് ഇപ്പൊ മൂന്നാമത്തെ ഇലയിൽ പരത്തിയിട്ടും ഇത് ബാക്കിയാവൂട്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് അടിപൊളിയാട്ടാ. കത്തിക്കല് ടേസ്റ്റ് അടിപൊളിയാണ്. ചേട്ടൻ വന്നിട്ട് 2-3 ഉപമയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടാ. സാധാരണ അടയിൽ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഇതിൽ കാണും. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയൊക്കെ. അത് നമ്മുടെ ചക്ക വരട്ടിയിലുള്ള സാധനങ്ങൾ. കുറച്ചെണ്ണം ആക്കിയിട്ടാ. പിന്നെ ഇത് വെള്ളം ചൂടാക്കട്ടെ, തീ കത്തിക്കാം. മൊത്തം എത്ര തൈ വാങ്ങിച്ചു? 60 വീതം. ആ, അത് ഏത് കളറാന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഫ്രണ്ടിൽ നട്ടോണത് ചോപ്പിയാണോ മഞ്ഞയാണോ എന്ന് അറിയില്ല. അത് സാരല്ലേ, ഉണ്ടാവും പറയാലോ. തീ കത്തിച്ചിട്ടുണ്ട്. ആവി വരുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് വെക്കാൻ പോവാട്ടാ. അല്ല, ഞാൻ കാണാനായിട്ട് നല്ല രസമുണ്ട്. അതേപോലെ ഇവിടുത്തെ പോലത്തെ അതേ രസം തന്നെ നോക്കിയാൽ അവിടെ നട്ടടുത്ത് നോക്കിയാൽ എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ. വൃത്തികെട്ട സ്ഥലം, വളരെ മനോഹരമായി. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് നിറയെ പൂക്കളായുള്ള കാര്യം സങ്കല്പിച്ച് നോക്കിയേ. ഓഹോ, അതിമനോഹരായിരിക്കും. ആ, ഇത് അവിടേക്ക് വേണ്ടി നീട്ടി പിടിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിക്സ് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ. ആ, നിറച്ച് ചെണ്ടുമല്ലി, മഞ്ഞയും ഓറഞ്ചും ട്ടാ.
എങ്ങനെയാണെന്ന് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒറിജിനൽ ഇങ്ങനെ വരും. അതന്നെ, അതെങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. ഇല്ല, കുഴപ്പമുണ്ടാവില്ല. എനിക്ക് വെയിൽ കിട്ടാത്ത സ്ഥലം ആയതുകൊണ്ട് ഉണ്ടാവും. ഇത് മാത്രമുള്ളൂ. പിന്നെ മാത്രം ചേട്ടാ ഓവറായിട്ട് ചാണം കുറെ ഇട്ട് കൊടുത്തിട്ട് കരിച്ചു കളയോ എന്നുമുള്ളൊരു ആകുലതയും എന്നെ അലട്ടുന്നുണ്ട്. അതെ, ചാണട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ചെണ്ടുമല്ലി നാശാവില്ല ചേട്ടാ. ചെണ്ടുമല്ലി നാശാവില്ല ചാണട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ചാണം ചെണ്ടുമല്ലിയുടെ മെയിൻ വളമാണ്. ആരോ വരുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്കാണോ? ആരോ വരുന്നുണ്ടല്ലോ. ആരാ അത്? ഇല്ല, വലിയേട്ടൻ്റെ വീട്ടിലേക്കാന്ന് തോന്നുന്നു. വെറുതെ ഒരു ഡയലോഗ് കളഞ്ഞു. ഇപ്പൊ നമ്മളെ നോക്കിയാൽ ഇവിടെ ഫുള്ള് നട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇത് ഇവിടേക്ക് കുറച്ച് ദൂരം നടേണ്ടത്. ഈ ഇഞ്ചിയുടെ അവിടം വരെ ഒരു ഈ സൈഡിൽ നിന്ന് നടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. എന്തായാലും ഉണ്ട്, സാധനം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ ഞാൻ കുഴി കുത്തി വളം ഇപ്പം ഇട്ട് കൊടുക്കണില്ല. ഒന്ന് കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാ. ഒന്ന് ഒരു അനക്കം വെച്ച് കഴിഞ്ഞാലേ വളം ഉണ്ട് ഇവിടെ. ചവറ് നിറച്ചല്ല ഇവിടെ. അതെ, എന്തായി പറയാ? വെച്ചിട്ട് ആവി വന്നോളൂ. ഇവിടെ നാളികേരം ഇന്നലെ കറുപ്പയ്യണ്ണൻ്റെ മരുമോൻ വന്നിട്ട് നാളികേരം ഇട്ടതാ. ഇത് കണ്ടാ കിടക്കണ സജീവം കൊണ്ടുപോയിട്ടില്ലേ അല്ലേ? അതേ, ഞങ്ങൾ ഇന്നലെ സൂ ഫ്രം സോ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കേട്ടാ. ഇന്നലെ അല്ല, നേണ്ട മിഞ്ഞ. ആ പടത്തിനെ പറ്റി പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഫുള്ളായിരുന്നു കേട്ടോ. എന്താ പറയാ, തിയേറ്റർ ഫുള്ളായിരുന്നു. നല്ല തിരക്കുണ്ട്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൺ കുഞ്ഞു തിയേറ്റർ. ആ സിനിമ എന്ന് പറഞ്ഞൊരു കന്നഡ സിനിമീന് അതിന് മലയാളത്തില് ഇത് മൊഴി മാറ്റം നടത്തിയിട്ട് ചെയ്തോണം. ആ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സത്യന്തികാരൻ്റെ ഒക്കെ സിനിമയില് നമ്മുടെ ഈ ശങ്കരാടി, ഒടുവില്, ഇന്നസെന്റ്, ഇങ്ങനെ കുറെ ആളുകളെയൊക്കെ നമ്മള് പണ്ടത്തെ പടങ്ങളിട്ടാ ഇപ്പുള്ള ചിലപ്പോ ഇപ്പുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കുറെ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ അപ്പൊ അതില് അതിന്റെ കഥയില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥ പറയുന്നില്ല. ഓടിക്കൊണ്ടിരിക്കണ പടാ, ആൾക്കാർ പോയി കാണട്ടെ. അല്ല, കഥ പറയുന്നില്ലാന്ന്. അതായത് ഒരു ക്രോണിക് ബാച്ചിലർ ആയിട്ടുള്ള ഒരു ആ നാട്ടിലത്തെ ആളുകൾ തന്നെയാണ് ഈ അന്ധവിശ്വാസം കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ആള്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്തിട്ട് എനിക്ക് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം പോലെ തന്നെ വീടുകളൊക്കെ നമ്മുടെ പോലത്തെ ഓടുമേഞ്ഞിട്ടുള്ള അങ്ങനത്തെ വീടുകളും വീടുകളും ആൾക്കാരെ കണ്ടാലും ഒരു മലയാളികളുടെ പോലെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജാജ്, ചേതക്ക് സ്കൂട്ടർ, അംബാസഡർ കാറ്. പക്ഷെ കാലഘട്ടം ഇത് തന്നെയാണല്ലോ അവരിൽ വലിയ സ്മാർട്ട് ഫോണൊക്കെ. അത് 2000 ആ സമയത്തെ സ്മാർട്ട് ഫോൺ ആയിരിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ഒരെണ്ണം കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കത്തിയില്ല. തനി നാട്ടുമ്പുറാണ്. തനി അവിടുത്തെ ആ ഒരു ഒരു 50 വയസ്സ്, ആ ഒരു 40 വയസ്സ്, ആ ഒരു പ്രായമുള്ള ആളുകളില്ലേ, അവരൊക്കെ ഇപ്പോഴും ഒരു പഴയ ഇതിൽ തന്നെ ജീവിക്കണേ. അപ്പൊ അവര് കുട്ടി ഫോണാന്ന് മാത്രം അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൻപുറത്ത് ഒരു ക്രോണിക് ബാച്ചിലർ, കല്യാണം കഴിയാത്ത ഒരാള്, ഞാൻ പ്രായമൊന്നും ഇല്ല, ആളാണ് രവിയണ്ണൻ ഇല്ലാണ്ട് അവിടെ ഒരു സംഗതി പോലും നടക്കില്ല. ആളാണ് എല്ലാത്തിനും. അതായത് ഒരു കല്യാണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അടിയന്തര ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൂജ ഉണ്ടെങ്കിൽ, എല്ലാം ഉണ്ടെങ്കിൽ രവിയണ്ണൻ എൻ്റെ അവസാന വാക്ക്. അപ്പോൾ ആളാണ് അതിനെ നയിച്ചു കൊണ്ട് പോണ മെയിൻ ക്യാരക്ടർ. പിന്നെ രാജ് ബി ഷെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ലേ കന്നഡയിലത്തെ, അയാള് ഒരു മറ്റേ ഇത് മന്ത്രവാദി എന്താ പറയാ, മറ്റേ ഒരു ഗുരുജി, ഒരു നമുക്ക് മാട്ടുമാരനെ മേത്ത് ബാധ കയറിനെ ഒഴിപ്പിക്കാനൊക്കെ വരുന്ന ഒരാളില്ലേ. ആള് ഭയങ്കര രസാ. നമ്മള് ഇത് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസമല്ലേ. പക്ഷെ നമ്മൾ ആ അതിരിക്കാൻ പോയി കഴിഞ്ഞില്ലേ, ട്രൂ സ്റ്റോറി ആട്ടാ അത്, ശരിക്കും ഉണ്ടായിട്ടുള്ള സംഭവത്തിനെ ബേസ് ചെയ്തിട്ട്. അതെ അതെ. പക്ഷെ നമ്മളെ ആ അതിരിക്കാണ്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലേ ഭയങ്കര രസാ. ആളുകളൊക്കെ നന്നായി ചിരിച്ചു തുടങ്ങി. ഒരാൾക്ക് പോലും ഇറങ്ങണം. അവരുടെ നാട്ടിലെ ഒരാളായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരുവിധം പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരാളും മോശം പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമ. ഇങ്ങനെ കത്തണേ ഇത് കഴിയാറായി തോന്നുന്നു. കഴിയാറായ കുറ്റി അല്ല ചേട്ടേ, എന്തുണ്ടാവോ വരും. എന്തുണ്ടാവോ ചോദിക്കുമ്പോ വരും.
ആ അല്ലാന്ന് ഞാനത് ശ്രദ്ധിച്ചില്ലേ. നീ എന്തുണ്ടാവോന്ന് ചോദിച്ചു ഞാൻ കേട്ടു. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഇതും കേട്ടു അതും കേട്ടു. ആ അല്ലേട്ടാ തീറ്റ വാങ്ങിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. ദേ വന്നല്ലോ. കട മുന്നിൽ ചാക്കുണ്ട്, സ്കൂട്ടറിന്റെ മുന്നിൽ വലിയ ചാക്കുണ്ട്. അപ്പൊ തീറ്റയാവും കോഴികൾക്കുള്ള തീറ്റ. കോഴികൾ കുറച്ചുണ്ട്. അല്ല ചേട്ടനാണെങ്കിൽ കോഴികളുടെ തീറ്റ പാത്രം കാലിയായിട്ടിരിക്കണത് കാണാൻ പാടില്ല. അതിങ്ങനെ കഴിയണതിനനുസരിച്ച് നിറച്ചുകൊണ്ടേയിരിക്കും. അതെ, ഈ വർഷകാലത്ത് തീറ്റ പാത്രം കാലിയാവണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ നിനക്ക്? അറിയോ? കോഴികൾക്ക് കേടുവരും. അടിയിലത്തെ തീറ്റയില്ലേ, കേടുവരാനൊന്നും അവിടെ ടൈമില്ല. അവർക്ക് ഒന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അടിയിലത്തെ തീറ്റ മുകളിൽ തീറ്റിട്ട് കഴിഞ്ഞ് പൂപ്പിൽ വരും. മനസ്സിലായ? അതാ പറഞ്ഞേ. അപ്പൊ തീറ്റ പാത്രം കാലിയാവണം. എപ്പോഴും കാലിയായി കഴിഞ്ഞിട്ട് അടുത്തിടാൻ പാടുള്ളൂ. ഉഗ്ര പാടം ഞാൻ എനിക്ക് പറഞ്ഞു തന്നില്ലേ. ഇച്ചിരി വെള്ളം കുടിക്കില്ല. എന്താ വായിലത്തെ വെള്ളം പറ്റിയ? അതല്ല, അത്രയും നട്ടപ്പോളേ ക്ഷീണിച്ചു. ഇനി കുറച്ചു മണി നടാണ്ട്. ആടേരെ മണം വരണ്ട തരുതേ, നല്ല മണം വരുന്നുണ്ട്. അതിലേ ഒരു പാട്ടുണ്ട് കേട്ടാ, അളിയൻ വന്നല്ലോ. അത് അല്ലേ സരിത? നമ്മുടെ അതാ ഒരു അളിയൻ വരുന്നതാ. ആ, ഒരു അളിയൻ വരുന്നുണ്ട്, വെള്ളടിക്കാരൻ അളിയൻ. അത് നല്ല ഇതിലായിട്ട് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു അളിയൻ. നമ്മളെ അത് ആളാണ് ഇതൊക്കെ. നമ്മളത് ശ്രദ്ധിക്കേണ്ടത് എന്തിനാണെന്നറിയോ? നമ്മള് ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടിയിലെ ഒടുവില് മറ്റേ തിലകന്റെ അളിയനായിട്ട് വലിയ വെള്ളടി പാർട്ടിയെ അതുപോലത്തെ ഒരു അളിയനാണല്ലോ. അതില് കല്യാണം അന്വേഷിക്കാനായിട്ട് ജോർജ് കുട്ടിയുടെ മറ്റേ ഈ ജയറാമിന്റെ ജയറാമിന്റെ വീട്ടിൽ അന്വേഷിക്കാനായിട്ട് തിലകൻ പറഞ്ഞേക്കില്ലേ? അതുപോലുള്ള ഒരു ക്യാരക്ടർ അല്ലത്. അല്ല, അതൊരു രസമാണ് ആ പാട്ടേ. ഒരു വെള്ളടിക്കാരൻ. ഞാൻ എന്തായാലും ആസ്വദിച്ചിട്ട സിനിമ. ഞാൻ സാധാരണ അങ്ങനെ ഞാൻ അതിലേക്ക് ഇറങ്ങി ചെല്ലില് പെടുന്നു സിനിമയിലേക്ക്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി ചെന്നു. അങ്ങനത്തെ ഒരു പടാ. അതന്നെ ചേട്ടന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടാ. അതെ, എനിക്ക് ഇഷ്ടപ്പെടുന്ന മറ്റേ പൊന്മുട്ടയിടുന്ന താറാവ് അങ്ങനത്തെ സിനിമയൊക്കെ ചേട്ടൻ ഇപ്പോഴും ഇരുന്നിട്ട് കാണും. അത് ഇപ്പോഴത്തെ ഇഷ്ടല്ലേ കാണാൻ? എനിക്ക് ഞാൻ ചോറിനുമ്പോ ചിലപ്പോ ടി വിയുടെ മുന്നിലിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറൊക്കെ വായിച്ചിട്ടാണ് ചോറിന് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ടി വി വയ്ക്കുന്ന ടൈമിലല്ലേ, ടി വി വയ്ക്കും. അത് ചോറ് പാത്രം ഇവിടെ വെച്ചിട്ട് ടി വി വയ്ക്കും. ടി വി വയ്ക്കുമ്പോൾ ഏത് ചാനലാണ് കാണാന്നറിയും? വി. ആ ചാനൽ കാണുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആയിരിക്കുന്നത് പൊന്മുട്ടിയാണ് താറാവായിരിക്കണെന്നാണ് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് പൊന്മുട്ടിയാണ് താറാവായി കാണാം. കുറച്ച് പടങ്ങളുണ്ട് അതന്നെ മാറി മാറി വന്നോണ്ടിരിക്കും. അല്ല, അതേ അത് കൊറേ പേര് പറയുന്നുണ്ട്. ഞാൻ മാത്രല്ല, ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ടി വിന് മുന്നിലിരിക്കുമ്പോ ഈ പൊന്മുട്ടിയുടെ താറാവിരുന്ന് കാണുന്ന ഒരു കണ്ടമാനം പേരുണ്ട്. അത് യൂട്യൂബിലുണ്ടല്ലോ. ആ യൂട്യൂബിൽ വെച്ചിട്ട് അത് കാണാതിരിക്കുന്നു ചോറിനുമ്പോ. അതിലാണ്ട് ലയിച്ചിരിക്കുക. അതില് പൊന്മുട്ടയിടും താറാവ്, അല്ലെങ്കിൽ തലയാണ മന്ത്രം, അല്ലെങ്കിൽ നാടോടിക്കാറ്റ്, അതൊക്കെയാണ് ഉണ്ടാവാറ് ആ പടങ്ങളൊക്കെ. കുറച്ച് സിനിമകളുണ്ട്. പിന്നെ അതിൽ ഇടിയിട്ടാ ഒറ്റ ഇടിയുള്ള ശരിക്ക്. ആ ഇടി എന്ന് പറഞ്ഞ ഒരു ഇടിയുള്ളോ ശരിക്ക്? 2 ഇടിൻ്റെ ഒരെണ്ണോ ആ ഇടിയില്ലേ? ആവശ്യത്തിൻ്റെ ഇടി. നമ്മുടെ അടുത്ത പോലത്തെ മാസ് കാണിച്ചിട്ടുള്ള കണ്ടമാനം നേരമുള്ള 15 മിനിറ്റ് നേരത്തുള്ള ഇടികളൊന്നും ഇല്ലേ? അതുപോലത്തെ ഒന്നുമില്ല. ഇത്രയും ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇടി അല്ലേ? മിതത്വം പാലിച്ചിട്ടുള്ള ഇടി, നല്ല രസമായിട്ടുള്ള ഇടി, അതൊക്കെ ആവശ്യമാണ്. എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട്. നമ്മള് പക്ഷെ അതിന് കുറെ പേർക്ക് ഇഷ്ടാവാണ്ട് കാശ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കോക്കിന്റെ റിവ്യൂലിട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ നോക്കിയാ ഇതിന് ഇഷ്ടമായിട്ടില്ലേ ശരിക്കും? അത് അങ്ങനെയുള്ള ആളുകൾ കുറെ പേര് ഇതടിച്ചില്ല. ഭയങ്കര റിയലിസ്റ്റിക്കാ. അവര് അഭിനയിക്കാൻ തോന്നില്ല. അതായത് കുറച്ച് ഗ്രാമവാസികളുടെ അവിടെ ഒരു ഭയങ്കര പക്ക നാട്ടും പുറത്ത് നടക്കണ കുറച്ച് സംഭവങ്ങൾ, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അവിടെ അവരറിയാണ്ട് ക്യാമറ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് എങ്ങനെയുണ്ടോ അതുപോലെ തോന്നാം അല്ലേ? അഭിനയിക്കാന്നേ തോന്നില്ല. ഒക്കെ പുതുമുഖങ്ങളാണോ അല്ലേ? പുതുമുഖങ്ങളാണ്. കന്നഡ നടന്മാരെ നമുക്ക് അറിയില്ല, നമുക്ക് തോന്നുന്നു പുതുമുഖങ്ങളാണെന്ന്. പടം 70 കോടിയാണ് കളക്ട് ചെയ്ത്. ഇപ്പൊ 5.5 കോടിയാണ് ചെലവുള്ളതിന്. അല്ല ചേട്ടാ, അട തന്നെവാ. അടാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കേട്ടിട്ടില്ലേന്ന് തോന്നുന്നു. കേട്ടാ? അടാന്ന് പറയുമ്പോ അല്ല ചേട്ടൻ ഒന്നും തോന്നില്ല. എന്നും തിന്നിട്ട് അടാന്ന് പറയുമ്പോ ഒന്നും തോന്നില്ല അല്ലേ? എല്ലാ ദിവസവും കഴിക്കണ ഈ അട തിന്നണം എല്ലാ ദിവസവും ചോറ്. പക്ഷെ കൂട്ടാൻ വേറെ വേറെ ആയിരിക്കില്ലോ.
അതെ, ചോറ് അതന്നെ. ഈ ഓണം അടുത്തപ്പോഴാണ് ഈ സെന്റിമെന്റ് തരുന്നത്. അതേനെ സെന്റിമെന്റ് നടന്നത് ഇത് അങ്ങനെയില്ല. ഓണത്തിന് വേണ്ടി നടന്നതല്ല. ഓണത്തിന് വേണ്ടി നടന്നതല്ല, ഇവിടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട്. കണ്ട മണം വരണ്ട. അത് ശരിയാവും. അല്ല അല്ല ചേട്ടൻ 2 ദിവസം വേണ്ട ആ വൃത്തിയാക്കാൻ. വാശി വരട്ടെ. ഓ, അതുകൊണ്ട് കളക്കാണ്ടിരുന്നാണ് ഞങ്ങൾ ആലോചിച്ച്. പാവം. ഇവിടെ അങ്ങനെ ഇവിടെ ഇപ്പൊ എന്ന് വെച്ചിട്ടില്ലേ എല്ലാ സാധനവും നട്ടിട്ടുണ്ട്. ഒന്നുമില്ലാത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തില്ല, അതുപോലെ ആയി. ആ ഇനിയിപ്പോ ഇവിടേക്കാണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ. അല്ല ചേട്ടാ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവോ? അല്ല ചേട്ടാ പറഞ്ഞത് വല്ലതും കേട്ടാവോ? കേട്ടിട്ടുണ്ടാവോ? കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് വേണമെന്ന്, അപ്പോഴാണ് നല്ല ചേട്ടൻ ഒരു വാശി വരുള്ളൂ എന്ന്. എന്നിട്ട് വേണമെന്ന് അവിടെ തുടങ്ങാൻ. ഇപ്പം ദേ അവിടെ മോശമായി കിടക്കുക, ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ആ വാഴകൾ അന്ന് നട്ടതുള്ളൂ. അല്ല ചേട്ടാ ചക്കട. ആ വായോ, ചായ കുടി കഴിഞ്ഞാ ചേച്ചി? ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനം അത്. വെറുതെ വാടലയിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. ഐ, ഡ്രസ് മാറിയിട്ട് വാ. ഇതിന്റെ മണാണ് നമ്മളെ ഹടാതെ ആകർഷിക്കുന്നത്. എന്താ അടുത്ത് വയ്ക്കുന്നത്? കയ്യിൽ നിന്ന് കേട്ടെ. ചായ കുടി കഴിഞ്ഞല്ലേ ചേട്ടാ? ഇല്ലേ, പിന്നെ ഒന്നാമത് പണി കഴിഞ്ഞ് വരുമ്പോ 4 മണിയാവാറായി. ആ ഇന്ന് പണി ഉണ്ടായിരുന്നാ? ഉവാ, മുളകൊന്നും താവില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ 4 മണിയായി. ഭക്ഷണം വേറെ ഒന്നും കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഇത് കഴിച്ചു നോക്കിയേ. മറ്റേ ഇരിക്കാനുള്ള സാധനം ഉണ്ട്. ആട്ടുകെട്ടിലും ഇരുന്നോ? അല്ല ആട്ടുകെട്ടിലല്ല, ഈ വേണമെങ്കിൽ ഇരിക്കാം. ഇതുമിരുന്നോ? ഇതുമിരുന്നോ? അതെ അതുമിരുന്നോ? അതുമിരുന്നോ? അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ആ അവിടെ ഇരുന്നോ? അവിടെ ഇരിക്കും. ആ ഞാൻ കൈ കേട്ടെ, ചൂടുണ്ടാവും. ഇത് പിറ്റേ ദിവസം തന്നെ ഭയങ്കര രസം. അതെ, അത് ശരിയാ. തണുക്കണം. തണുത്ത് കഴിയുമ്പോഴേ അതിന്റെ ഇലര മണാക്കില്ലേ, അതൊക്കെ അയമിലേക്ക് പിടിക്കും. ഇപ്പൊ തണുക്കാത്ത കാരണം ഇലന്ന് വിട്ടിട്ടാണേ. വിട്ടിട്ടില്ല അല്ലേ? വിടണം. തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടു തുടങ്ങും. ആ അങ്ങ് വിടും. ജഗുവിനെ വിളിച്ചില്ലേ? അവനിത് ഇഷ്ടമില്ല. അവന് മുട്ട പൊഴുങ്ങിയത് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നെ. ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് കാപ്പി ചെയ്യുമ്പോ. പിള്ളേർക്ക് പറ്റില്ല അതൊന്നും. ഇവരും പറ്റുന്നില്ലല്ലോ. ആ ഇവനതിൽ പെട്ടതല്ലേ, ന്യൂജനല്ലേ. വെല്ലം പറഞ്ഞൊരു വൈബില്ല. ഓരോ വാക്കുകൾ പറയില്ലേ. ഇപ്പോഴത്തെ പിള്ളേരെ മെയിൻ വാക്കുകളാണ് അതൊക്കെ. മൂഡ്, പിന്നെ വൈബ്. നമുക്കുള്ള പേരത്. തന്ത വൈബാ. ഒറ്റെണ്ണത്തിന് പണിക്ക് പോവോ ഇത് ചെയ്യില്ല. നമ്മുടെ ചിലവരെ ജീവിക്കുക, പക്ഷെ നമ്മളെ പുച്ഛാന്ന് മാത്രം. അത് കുഴപ്പമായിരുന്നല്ല. അല്ല ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം പറയണത്. അല്ല അതിപ്പോ നിന്നെ ഉദ്ദേശിച്ചല്ല, ഞാൻ പൊതുവിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ നിങ്ങളെ അല്ല, പൊതുവിൽ പറഞ്ഞതാ. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോയേ കാണാം. എല്ലാവരും നല്ല. അതെ, എനിക്കിത് ഇഷ്ടം. മറ്റുള്ളവർക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കഴിച്ചോളൂ. ഇഷ്ടമില്ലാത്ത ആളിന് ഒരു ക്യാമറമാൻ. അപ്പൊ നീ കഴിക്കുന്നില്ലേ? നീ കഴിക്കില്ല? ആ ഞാൻ കഴിക്കാം. നിങ്ങൾ കഴിക്കുന്നത് കാണുന്നതാണ് എന്റെ സന്തോഷം. വിടില്ലേ അല്ലേ? ഞാൻ ചൂടാറിട്ട് കഴിക്കാം. വിടുണ്ട്. വാ, വിട്ടു. ഇത് ശരിക്കും പണ്ടത്തെ കിട്ടണ ഇടണേരല്ല, അതിന്റെ മണമല്ല അല്ലേ? കറുവപ്പട്ടേര മണവും കൂടി ചേർന്നിട്ടുള്ള പോലത്തെ. പണ്ട് കാലത്ത് ഇങ്ങനത്തെ അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഓർമ്മയില്ല. ഇല്ലേ? നമ്മള് എന്റെ വീട്ടില് ചക്കട ഉണ്ടാക്കണ്ടോ ഇതിലുണ്ടാക്കാറ്. സൗത്ത് റമായിരം അവിടെ ചേറ്റുപുഴയില്ലേ, അവിടെ ഈ മരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവരും. ചക്ക വരട്ടിയത് കൊണ്ട് ചേർത്തിട്ടല്ല ഉണ്ടാക്ക. ചക്ക പഴുത്ത ചക്ക പുഴുങ്ങും, പുഴുങ്ങിയിട്ട് ആ പുഴുങ്ങിയ ചക്ക ഇതിൽ ചേർത്തിട്ട് കുഴയ്ക്കും. അതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഉണ്ടാക്കുക. അതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ചക്കര കുത്ത് ഭയങ്കര കുത്തായിരിക്കും. പക്ഷേ അന്ന് പഞ്ഞാലായിരുന്ന കാരണം അത് ടേസ്റ്റ് കൂടും.
ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വയ്ക്കാനും ഇതിന് നിൽക്കണ്ട. ഇവിടെ ഇരുന്നോട്ടെ. അജുന്റെ അടുത്ത് ഏയ് ഞാനിപ്പോൾ തന്നെ ഇനി എനിക്ക് അതിന് നനയ്ക്കണം ഒന്ന് എല്ലാത്തിനും. മഴ പെയ്തില്ലല്ലോ. ഇന്ന് നനയ്ക്കേണ്ട കാര്യമില്ല, ഇനി നാളെ നനച്ചാൽ മതി. ഇന്ന് രാത്രി മഴ പെയ്യും. വാ അല്ലെങ്കിൽ ഇന്ന് രാത്രി വെയിൽ ഉദിക്കുന്നില്ല. ഇങ്ങോട്ടായിരുന്നു മഴ അല്ലേ? എന്തിനാ കളിയാ തീരെ മഴ. റോട്ടിൽ കൂടെ ഞാൻ പോണ നേരത്തായിരുന്നു കണ്ടുകൂടി കണ്ടോടുന്നില്ലാത്ത പോലെയാ. അന്ന് പെയ്താ ഒരു മഴയില്ല, അതുപോലത്തെ ഒരു മഴ. പക്ഷെ അത് വേഗം തോർന്നു കുറച്ചേരം ഉണ്ടായുള്ളൂ. അതന്നെ പറമ്പ് ക്ലീനായി. ഇനി ഇവിടെ ഈ റോഡിന് ഇങ്ങനെ വൃത്തിയാക്കാം. റോട്ടിലാണെങ്കിൽ കല്ലും കട്ടയ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ കല്ലിഞ്ച കൊണ്ടിട്ട് നിരത്തണം. കല്ലിഞ്ച ഓടിക്കേണ്ടി വരും. ആ വേനൽക്കാലാകുമ്പോ ഈ വള്ളിക്ക് വലിച്ചു കളയാലോ. അത് ഉണങ്ങും. അപ്പടി അവിടെ നിറയെ തണുത്തു നോക്കിയ ഒരു പൊട്ട് തിന്ന് നോക്കിയോ. ചേച്ചിക്ക് ഇഷ്ടമില്ലേടാ? നമുക്കറിയില്ല ഓരോരുത്തർ ഇതെന്താ നല്ലത്. സ്വന്തം ഭാര്യയുടെ കാര്യമാണ് ചോദിച്ചത്, വേറെ പെണ്ണുങ്ങളുടെ കാര്യമല്ല. എന്തൊരു ചേച്ചി ചാക്കിലാക്കി കൊണ്ടുപോണേ? നാളെ ആണോ മോളി കൊണ്ടിടാ? ഞാനിപ്പോ വന്നപ്പോ പറഞ്ഞേ ഒന്ന് മോളി കൊണ്ടിട്ട് ഇവിടെ ഇന്നലെ ഇട്ടല്ലേ. അതിലിരുന്നത് കാലത്തോട്ടിരുന്നല്ലേ. അത് തന്നെ അനില ചേട്ടൻ വിളിച്ചിട്ട് ചേച്ചി വരാഞ്ഞ്. വേഗം വന്നു കഴിഞ്ഞാൽ എന്നോടൊന്നും പറയില്ല, ഒന്നും ചെയ്യുന്നുണ്ടോന്ന് പറയില്ല. നനയ്ക്കാം നാളെ കാലത്ത് നനച്ചാൽ മതി. ഇന്ന് വെയിലുകൊണ്ട് പാടുന്നില്ലല്ലോ. ഇതെന്തുണ്ട് നാളെ കാലത്ത് മഴ പെയ്തില്ല. നാളെ കാലത്തല്ല നനയ്ക്കേണ്ടത്. നനയ്ക്കണില്ലേ? മണ്ണിന് നനവുണ്ട്, അതുകൊണ്ട് പാടില്ല. അതന്നെ കാലത്തെ നട്ടേച്ചെങ്കിലേ വെയില് വരാൻ പോവല്ല, അപ്പൊ നനയ്ക്കണം. ഇത് പിന്നെ ഈ രാത്രി ആവാൻ പോവല്ല, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇത് നനയ്ക്കില്ല എന്ന് വിചാരിച്ചു. വിളിക്കേണ്ടത് തോന്നല്ലേ ചേട്ടന്?